ഇയാളൊക്കെ ജയിച്ച ഇതൊക്കെ തന്നെ സംഭവിക്കാൻ പോയുള്ളൂ എന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. മുരുകളെന്ന് ഒരു സ്ത്രീനെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് സാരിയിൽ തൂക്കിക്കൊണ്ടുവന്ന് അത് ന്യൂസിൽ വന്നിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ സുരേഷ് ഏട്ടൻ എന്നെ വിളിച്ച് ചോദിച്ചു, നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? സുഹൃത്ത്, ഞാൻ പറയുന്നത്, നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യുക. ഞാൻ പറയുന്നത് സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ ഒരു നടനെ കുറിച്ചിട്ടാണ്. ആദിവാസി ഊരിലേക്ക് സ്ട്രക്ചർ നൽകാൻ സുരേഷ് ഗോപി എത്തിയിരുന്നു. അപ്പോഴാണ് മുക്കമ്പുഴ ആദിവാസി ഊരുകാർ സുരേഷ് ഗോപിയുടെ ഫൈബർ വള്ളത്തിന്റെ ആവശ്യം മുന്നോട്ട് വെച്ചത്. 10 ദിവസം കൊണ്ട് ഫൈബർ വള്ളം നിർമ്മിച്ച് സുരേഷ് ഗോപി ഇത് കൈമാറി. സോറി, രാഷ്ട്രീയക്കാരനെ കുറിച്ചിട്ടാണ്. രാഷ്ട്രീയക്കാരനായിട്ടുള്ള നടനായിട്ടുള്ള രാഷ്ട്രീയക്കാരനായിട്ടുള്ള നടൻ, അങ്ങനെ ഇതിലൊക്കെ പറയാം. എന്തായാലും അതൊന്നും മറച്ചു പിടിച്ച് ഇളിച്ച് കാണിക്കുന്ന രാഷ്ട്രീയക്കാരന് ഈ ജന്മം ഞാൻ ആവില്ല, ആവുകയില്ല. വെരി സോറി, എന്നെ കൊണ്ടത് പറ്റില്ല സഹോദരന്മാര്. നിങ്ങളുടെ പാർട്ടിക്കാർക്ക് അത് പറ്റും. ചങ്ങാതി അവരെ ഏറ്റെടുക്കുന്നു, അവരെ ചേർത്ത് പിടിക്കുന്നു, സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കുന്നു, കൊടുക്കുന്നു. എനിക്ക് സിനിമാഭിനയം തുടരണം, ഒരുപാട് സമ്പാദിക്കണം. ആ സ്വന്തം പോക്കറ്റിൽ പൈസ എവിടെ നിന്ന് വന്നതാന്നുള്ള കാര്യം വേറെ, അവിടെ ചർച്ച ചെയ്യണ്ട. എനിക്ക് സിനിമാഭിനയം തുടരണം, ഒരുപാട് സമ്പാദിക്കണം. ആ വരുമാനത്തിൽ വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതിൽ കുറച്ചു പേരെങ്കിലും സഹായിക്കണമെങ്കിൽ പണവരുമാനം എന്ന് പറയുന്നത് നിലച്ചു പോകാൻ പാടില്ല. പിന്നെ എപ്പോഴൊക്കെ ചർച്ച ചെയ്യാം. എന്നാൽ ഈ മനുഷ്യൻ, രാഷ്ട്രീയക്കാരൻ, സ്വന്തം പോക്കറ്റിൽ നിന്ന് അടക്കം പൈസ എടുത്ത് കൊടുക്കുന്നു. ഇതാണ് ഇലക്ഷന് മുമ്പ് തൃശ്ശൂരിലെയും നമ്മുടെ കേരളത്തിലെയും എല്ലാ ലോകരും കണ്ടത്. കേരളത്തിൽ സുരേഷ് ഗോപി സഹായിച്ചിട്ടുള്ള, ഇൻഡിവിജ്വലി സഹായിച്ചിട്ടുള്ളത് പോലെ ദളിതരെ ഒരു പക്ഷേ ഇവിടുത്തെ ഒരു കമ്മ്യൂണിസ്റ്റിനെ സഹായിച്ചു. വ്യക്തിപരമായിട്ട് നല്ലതാണ് എന്ന് പറയാൻ തുടങ്ങി. എന്ത് വ്യക്തിപരമായിട്ട് നല്ലതായാലും ചാണകവെള്ളത്തിൽ വീണ് പിഴിഞ്ഞ പിന്നെ എന്തോ. കോളനി സന്ദർശനത്തിനായി സുരേഷ് ഗോപി MP വയനാട്ടിലെത്തിയപ്പോഴാണ് കുളത്തൂർ കോളനിയിലെ കുടിവെള്ള പ്രശ്നത്തെക്കുറിച്ച് അറിയുന്നത്. വയനാട്ടിലെ വനവാസി ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും ജീവിത സാഹചര്യങ്ങളും സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് സുരേഷ് ഗോപി MP. കാലങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഇടുക്കി വട്ടവടയിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായി രാജ്യസഭാ MP സുരേഷ് ഗോപിയുടെയും ജലനിധി പദ്ധതിയുടെയും ഫണ്ട് ഉപയോഗിച്ചാണ് പദ്ധതി പൂർത്തീകരിച്ചത്. ആദിവാസി സമൂഹം നേരിടുന്ന ബുദ്ധിമുട്ടുകൾ നേരിട്ട് കണ്ട അദ്ദേഹം വേണ്ട സഹായങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് പിരിഞ്ഞത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ നായക്കട്ടത്തിന്റെ ഏത് ഭാഗം നല്ലതെന്നൊക്കെ ചോദിക്കും. നിഹാന ഞാൻ ആരാന്ന് മനസ്സിലായോ? നായക്കാട്ടത്തെ 2 കഷ്ണാക്കി ഈ കഷ്ണമാണോ നല്ലതെന്നൊക്കെ ചോദിക്കണ കാര്യത്തിൽ ചോദ്യമാണ്. നായക്കാട്ടൻ ഒക്കെ കണക്കില്ല മക്കളെ. സന്തോഷ കണ്ണീരിനിടയിൽ നിഹാനയെ കാണാൻ വരുമോ എന്ന അമ്മയുടെ ചോദ്യത്തിന് വരുമെന്ന് മന്ത്രിയുടെ ഉറപ്പ്. മോളെ കാണാൻ വരുമോ? ഞാൻ വരും. മോള് കണ്ണു തുറന്ന് എന്നെ നോക്കുന്ന സമയം പറ, ഞാൻ വരും. എന്തായാലും എനിക്ക് വളരെയധികം വേദന ഉണ്ടാക്കിയ ഒരു സംഭവം. സന്തോഷം തോന്നി, അത്ഭുതം തോന്നി. ഒരാൾ നമ്മൾ സ്ക്രീനിൽ കണ്ട ഒരാള് നമ്മളെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി പ്രയത്നിക്കുമ്പോഴുള്ള ഒരു സന്തോഷം, ഒരു അത്ഭുതം. എന്തൊക്കെയാ പറഞ്ഞത്? സാർ ഇവിടെ വരുമെന്ന് പറഞ്ഞ് 15 ദിവസത്തേക്ക് സാറിന് തിരക്കാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വരും. 15 ദിവസം നിഹാനടുത്ത് ചോദിച്ചിരിക്കുക. അത് കഴിഞ്ഞ് കണ്ണ് തുറന്ന് സാറിനെ കാണണമെന്നും ഒക്കെ പറഞ്ഞു. എന്തായാലും എനിക്ക് വളരെയധികം വേദന ഉണ്ടാക്കിയ ഒരു സംഭവമുണ്ട്, ഒന്ന് കണ്ടോക്കൂ. ആദ്യ വിവേചനത്തിന്റെ പേരിൽ ദുരിതമനുഭവിക്കുന്ന പാലക്കാട് ഗോവിന്ദാപുരം അംബേദ്കർ കോളനിയിൽ വീട് പണിത് നൽകി സുരേഷ് ഗോപി MP. എന്തായാലും എനിക്ക് വളരെയധികം വേദന ഉണ്ടാക്കിയ ഒരു സംഭവമുണ്ട്, ഒന്ന് കണ്ടോക്കൂ. ജാതിന്റെ പ്രശ്നത്തിലാണ് വീട് കിട്ടാണ്ടിരുന്നത്. പിന്നെ പല പാർട്ടികളൊക്കെ വന്ന് നോക്കി, ആരും ഒന്നും ചെയ്തിട്ടില്ല. ഗോപി സാർക്ക് എന്നെ ഇഷ്ടമാണ്, സാറിനെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ആൽമരച്ചൂട്ടിലൊക്കെ ഇരുന്നിട്ട് ഈ പഴയ പരിപാടി ഉണ്ടല്ലോ, ഒരു ജനതയ്ക്ക് ശ്രീ സുരേഷ് ഗോപി മണിക്കൂറുകൾക്കുള്ളിൽ അവിടെ കുടിവെള്ളം എത്തിച്ചു കൊടുത്തതിന്റെ ദൃക്സാക്ഷിയായിരുന്നു. ഇന്ന് വരെ കാണാത്തത് പലതും നമ്മൾ കാണേണ്ടി വരും. സുഹൃത്തുക്കളെ, ഇദ്ദേഹം അധികാരത്തിൽ കയറിയിട്ട് തൃശ്ശൂർക്കാർക്ക് എന്ത് തേങ്ങയാ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂർക്കാരൊന്നും മിണ്ടുന്നില്ല കേട്ടോ. വലിയ ആഗ്രഹം സുരേഷ് ഗോപി സാർ ഞങ്ങളുടെ വീട്ടിൽ വരണം എന്നുള്ളതാണ്. പക്ഷേ സാറാണ് ഞങ്ങളെ ദൈവത്തെ പോലെയാണ് അദ്ദേഹം ഞങ്ങളുടെ മുന്നിൽ വന്നത്. അദ്ദേഹത്തിന് 1000 നന്ദി. കോഴിക്കോട് തലക്കുളത്തൂരിൽ ലൈഫ് പദ്ധതിയിൽ തുക അനുവദിച്ചിട്ടും മുടന്തൻ ന്യായീകരണങ്ങൾ പറഞ്ഞ നിർമ്മാണാനുമതി നിഷേധിച്ച ബാബുരാജിനും കുടുംബത്തിനും വീടായി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും സേവാഭാരതിയും ചേർന്നാണ് വീട് നിർമ്മിച്ചു നൽകിയത്. 1 വർഷം മുൻപ് എലിശല്യമുള്ള ചോർന്നൊലിക്കുന്ന ടാർപോളിൻ വലിച്ചു കെട്ടിയ ഒറ്റമുറി ഷെഡിലായിരുന്നു ഇവരുടെ ജീവിതം. ഉറുമ്പ് ശല്യത്തെ തുടർന്ന് തുണി വിരിച്ചുകെട്ടി അന്തി ഉറങ്ങേണ്ട അവസ്ഥ. ഇന്ന് ബാബുരാജും ഷൈനിയും 2 പെൺമക്കളും അടങ്ങുന്ന കുടുംബം സ്വപ്ന വീട്ടിലേക്ക് താമസം മാറിയിരിക്കുന്നു. ഇനി സന്തോഷത്തോടെ ഈ തണലിൽ കഴിയാം. ഈ വാർത്ത കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ സഹായിച്ചതിൽ അതിനും നന്ദി രേഖപ്പെടുത്തുന്നു. മനോരമ ന്യൂസ് വാർത്തയെ തുടർന്ന് സേവാഭാരതിയും സുരേഷ് ഗോപി MPയും ചേർന്നാണ് വീട് നിർമ്മാണം പൂർത്തിയാക്കിയത്. സി സദാനന്ദൻ MP വീടിന്റെ താക്കോൽദാനം നിർവഹിച്ചു. പണിക്കാരനായ ബാബുരാജിന് വീടെന്ന സ്വപ്നത്തിലേക്ക് എത്താൻ തടസ്സമായത്. ഈ തിളച്ചു തൂക്കിയത് അവരുടെ സന്തോഷം കൂടിയാണ്. ഈ കുടുംബത്തിന്റെ വീടെന്ന സ്വപ്നത്തിന് ഒരു നിമിത്തമാകാൻ കഴിഞ്ഞതിൽ എനിക്കും ഏറെ സന്തോഷം. ശ്രീ പാർവതി. ഈ ഒരു ചങ്ങാതി എന്ന് വേണ്ട, BJPക്കാർ ആരും അധികാരത്തിൽ കയറി കഴിഞ്ഞ് പിന്നെ എന്താ നമുക്ക് കിട്ടുക നമുക്കൊക്കെ അറിയാം. ഒരു തേങ്ങയും കിട്ടത്തില്ല.
സുരേഷ് ഗോപിയുടെ വാക്കുകൾ ശരിയാകുന്നു എന്ന് വേണം നമുക്ക് ഒരു രീതിയിൽ വ്യാഖ്യാനിക്കാം. കാരണം സുരേഷ് ഗോപി എവിടെ നിരസിക്കുന്നോ അപ്പോൾ മാത്രമേ സഹായം ലഭിക്കൂ എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഇതുവരെയുള്ള അനുഭവങ്ങൾ വെച്ചാണ് പറയുന്നത്.